വെൽക്കം ബാക്ക് ടു സിവിൽ സിംപ്ലിഫൈഡ്. എഞ്ചിനീയറിംഗിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ തേർഡ് വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ രണ്ട് പാർട്ട് കാണാത്തവർ അത് കണ്ടിട്ട് ഈ തേർഡ് പാർട്ട് കാണാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ വീഡിയോയിൽ ഈ 4 ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പാർട്ട്മെൻറ്റും അവയുടെ ക്ലാസിഫിക്കേഷൻസും, വിങ് വാൾസും അതിലെ ടൈപ്സ്, കട്ട് വാട്ട്, ഈസ് വാട്ട്, എൻഡ് എന്ന് വെച്ചാൽ എന്താണ്, അപ്പാർട്ട്മെൻറ്റ് പിയർ എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ ഉപയോഗം എന്താണ്. എക്സ്പ്ലെയിൻ അബട്ട്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻസ്. ചിത്രത്തിൽ ശ്രദ്ധിക്കുക, അതിൽ അബട്ട്മെൻറ്റും വിങ് വാളും മാർക്ക് ചെയ്തിട്ടുണ്ട്. അബട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പിയറിന് പാരലലായിട്ടുള്ള വെർട്ടിക്കൽ വാളാണ്. വിങ് വാള് അബട്ട്മെൻറ്റിൽ നിന്നും ഇരുവശങ്ങളിലോട്ടും പോകുന്ന ചുമരാണ്. 3 കാര്യങ്ങളാണ് അബട്ട്മെൻറ്റിൻ്റെ മേജർ ഡ്യൂട്ടി. ഒന്ന്, ആക്ട് ആസ് ആൻ എൻഡ് സപ്പോർട്ട് ടു ദ ബ്രിഡ്ജ്, ബ്രിഡ്ജിൻ്റെ അറ്റത്തെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. രണ്ടാമത്തത്, പിയറുകൾക്ക് വേർട്ടിക്കൽ ലോഡിനെ ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് കൂടുതൽ. പക്ഷേ അബട്ട്മെൻറ്റിന് വേർട്ടിക്കൽ ലോഡും ലാറ്ററൽ ലോഡും, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലാറ്ററൽ ലോഡും ലാറ്ററൽ പ്രഷറും ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ പിയറും അബട്ട്മെൻറ്റും തമ്മിലുള്ള മേജർ ഡിഫറൻസ്, പിയറുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വേർട്ടിക്കൽ ലോഡിനെ ബെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അബട്ട്മെൻറ്റുകളെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വേർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലോഡിനെ ഒരേപോലെ തന്നെ ബെയർ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാക്കിക്കൊണ്ടാണ്. അപ്പാർട്ട്മെൻറ്റിൻ്റെ എൻഡുകളിൽ നിന്ന് ഇരുവശങ്ങളിലോട്ട് പോകുന്ന ഭാഗമാണ് വിങ് വാൾ. ഈ വിങ് വാളിൻ്റെയും അപ്പാർട്ട്മെൻറ്റിൻ്റെയും അകത്ത് എർത്ത് ഫില്ല് ചെയ്തിട്ട്, മണ്ണ് ഫില്ല് ചെയ്തിട്ടാണ് ഈ ബ്രിഡ്ജിലോട്ടുള്ള അപ്രോച്ച് റോഡ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഫില്ല് ചെയ്യപ്പെട്ടിട്ടുള്ള മണ്ണ് ഈ ബ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്തോട്ടോ വശങ്ങളിലോട്ടോ വീണ് പോവാതെ സംരക്ഷിക്കുക എന്നുള്ള ജോലിയാണ് അപ്പാർട്ട്മെൻറ്റിനും വിങ് വാളിനും ഒരുപോലെ ഉള്ള ഒരു ഡ്യൂട്ടി. നമുക്ക് ഡെഫിനിഷൻ ലിസ്റ്റിലോട്ട് പോവാം. ദേ ആർ ദ വെർട്ടിക്കൽ സ്ട്രക്ചേഴ്സ് യൂസ്ഡ് ടു റീറ്റെയിൻ ദ എർത്ത് ബിഹൈൻഡ് ദ സ്ട്രക്ചർ. മണ്ണിനെ പിടിച്ചു നിർത്തുന്ന റീറ്റെയിനിങ് വാളുകളാണ് അപ്പാർട്ട്മെൻറ്റുകൾ. ദ ആക്ട് ആസ് ദ എൻഡ് സപ്പോർട്ട് ഓഫ് ദ ബ്രിഡ്ജ്. അവർ ബ്രിഡ്ജിൻ്റെ എൻഡിലുള്ള സപ്പോർട്ടുകളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. They are constructed of stone masonry or RCC. സ്റ്റോൺ മേസൺറി ആയിട്ടോ RCC ആയിട്ടോ ആണ് സാധാരണ അപ്പാർട്ട്മെൻറ്റുകൾ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാറ്. പാലങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സാധാരണ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഫ്ലാറ്റ് ആയിട്ടാണ് കൺസ്ട്രക്റ്റ് ചെയ്യാറ്. സെഗ്മെൻ്റൽ ആർച്ച് ബ്രിഡ്ജുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകൾ ഭാഗം ചെറിയ സ്ലോപ്പോട് കൂടിയിട്ട് സ്ക്യൂ ആയിട്ടാണ് നിർമ്മിക്കാറ്. അത് ആർച്ച് എന്നുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ നമുക്ക് കാണാം. സ്ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെരിഞ്ഞ പോർഷനാണ്, അവിടെയാണ് ആർച്ച് വന്ന് റെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ബ്രിഡ്ജിൻ്റെ കേസുകളിൽ നോർമലി നമ്മൾ ഫ്ലാറ്റ് സർഫേസുകളാണ് അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകൾ ഭാഗത്ത്, ഫ്ലാറ്റ് ഫിനിഷുകളാണ് നമ്മൾ ഉണ്ടാക്കാറ്. മാസീവ് റീറ്റെയിനിങ് വാളായിട്ടുള്ള അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ ഒരു ഡ്വാർഫ് വാൾ ഉണ്ടാക്കും. ഒരു കുറച്ച് ഡെപ്തിൽ നിന്നും മണ്ണ് എവിടം വരെയാണോ അവസാനിക്കുന്നത് ആ ടോപ്പ് ലെവൽ വരെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ചെറിയ വാളിന് പറയുന്ന പേരാണ് ഡ്വാർഫ് വാൾ. പിന്നെ വീപ്പ് ഹോൾസ് എന്ന് പറഞ്ഞ ചെറിയ സുഷിരങ്ങളല്ല, വലിയ ഹോളുകൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാക്കും. അതിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന വാട്ടർ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഹോളുകളെ പറയുന്ന പേരാണ് വീപ്പ് ഹോൾസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് അപ്പാർട്ട്മെൻറ്റ്സിൽ പ്രധാനമായിട്ടും അപ്പാർട്ട്മെൻറ്റിനെ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പാർട്ട്മെൻറ്റ് വിത്ത് വിങ് വാൾസ് ആൻഡ് അപ്പാർട്ട്മെൻറ്റ് വിത്തൗട്ട് വിങ് വാൾസ്. അപ്പാർട്ട്മെൻറ്റ് വിത്തൗട്ട് വിങ് വാൾസിൽ 2 ടൈപ്പാണുള്ളത്, സ്ട്രെയിറ്റ് അപ്പാർട്ട്മെൻറ്റും ടി അപ്പാർട്ട്മെൻറ്റും. അപ്പാർട്ട്മെൻറ്റ് വിത്ത് വിങ് വാൾസ് 3 തരമുണ്ട്. അപ്പാർട്ട്മെൻറ്റ് വിത്ത് സ്ട്രെയിറ്റ് വിങ് വാൾസ്, അപ്പാർട്ട്മെൻറ്റ് വിത്ത് സ്പ്ലേഡ് വിങ് വാൾസ്, അപ്പാർട്ട്മെൻറ്റ് വിത്ത് റിട്ടേൺ വിങ് വാൾസ്. വിങ് വാള് എങ്ങനെയാണ് ഓറിയൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ. അത് ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഈ ക്ലാസിഫിക്കേഷൻ വിത്ത് പിക്ചർ വളരെ ഈസിയാണ്. ആദ്യത്തെ 2 സ്ട്രെയിറ്റ് അപ്പാർട്ട്മെൻറ്റും ടി അപ്പാർട്ട്മെൻറ്റും. ഈ അപ്പാർട്ട്മെൻറ്റുകൾക്ക് ശേഷം നമുക്കൊരു വിങ് വാൾ കാണാൻ സാധിക്കില്ല. അതായത് അപ്പാർട്ട്മെൻറ്റിനോട് ചേർന്നിട്ട് മണ്ണിനെ പിടിച്ചു നിർത്താൻ ഒരു അഡീഷണൽ വാൾ നമുക്ക് കാണാൻ സാധിക്കില്ല. സോ ഈ 2 അപ്പാർട്ട്മെൻറ്റ് വിത്തൗട്ട് വിങ് വാൾ ഇല്ലാത്ത അപ്പാർട്ട്മെൻറ്റുകൾ. അതിനുശേഷമുള്ള 3 അപ്പാർട്ട്മെൻറ്റ് വിത്ത് സ്ട്രെയിറ്റ് വിങ്സ്, അപ്പാർട്ട്മെൻറ്റ് വിത്ത് സ്പ്ലേഡ് വിങ്സ് ആൻഡ് അപ്പാർട്ട്മെൻറ്റ് വിത്ത് റിട്ടേൺ ഗോയിങ് വാൾസ്. ഈ 3 അപ്പാർട്ട്മെൻറ്റ് വിത്ത് വിങ് വാൾസ് ആണ്. അതായത് അപ്പാർട്ട്മെൻറ്റിനോട് ചേർന്നുകൊണ്ട് തന്നെ മണ്ണിനെ
റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിങ് വാൾസ് അഡീഷണലായിട്ട് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തേത് അബട്ട്മെൻറ്റ് വിത്ത് സ്ട്രെയിറ്റ് വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബട്ട്മെൻറ്റിന് ചേർന്ന് കൊണ്ട് അബട്ട്മെൻറ്റിന് പാരലായിട്ട് അബട്ട്മെൻറ്റിൻ്റെ ഒരു കണക്ഷനായിട്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് അബട്ട്മെൻറ്റ് വിത്ത് സ്ട്രെയിറ്റ് വിങ്സ്. അബട്ട്മെൻറ്റ് വിത്ത് സ്പ്ലൈഡ് വിങ്സ് എന്ന് വെച്ചാൽ അബട്ട്മെൻറ്റിനോട് ചേർന്ന് ഒരു ചെറിയ ചെരിവോട് കൂടി അകത്തോട്ടൊരു ചെരിവോട് കൂടി കൺസ്ട്രക്റ്റ് ചെയ്യുന്നതാണ് അബട്ട്മെൻറ്റ് വിത്ത് സ്പ്ലൈഡ് വിങ്സ്. ആ ചെരിവ് 45 ഡിഗ്രിയാണ് നോർമലി കൊടുക്കാറ്. ആൻഡ് ലാസ്റ്റ് വൺ അബട്ട്മെൻറ്റ് വിത്ത് റിട്ടേൺ ഗോയിങ് വാൾസ്. അബട്ട്മെൻറ്റിന് 90 ഡിഗ്രി ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് അബട്ട്മെൻറ്റിൻ്റെ പുറകു വശത്തോട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന വിങ് വാളുകളാണ് അബട്ട്മെൻറ്റ് വിത്ത് റിട്ടേൺ ഗോയിങ് വാൾസ്. നോർമൽ ഫ്ലൈ ഓവറുകളിൽ നമ്മൾ കാണാറ് അബട്ട്മെൻറ്റ് വിത്ത് റിട്ടേൺ ഗോയിങ് വാൾസ് ആണ്. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് വിങ് വാൾസ് യൂസ്ഡ് ഇൻ ബ്രിഡ്ജസ്? വിവിധ തരത്തിലുള്ള വിങ് വാളുകൾ ഏതൊക്കെയാണ് ബ്രിഡ്ജിൻ്റെ നിർമ്മാണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്? ഇതിൻ്റെ ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞ അബട്ട്മെൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. ചിത്രത്തിൽ ഒരു ആർച്ച് ബ്രിഡ്ജാണ് കാണുന്നത്. ആ ആർച്ച് വന്ന് റെസ്റ്റ് ചെയ്യുന്ന അബട്ട്മെൻറ്റ് നിങ്ങൾക്ക് അവിടെ കാണാം വിത്ത് സ്ക്യൂ എൻഡ് ആണ്. അതിനുശേഷം അബട്ട്മെൻറ്റിൽ നിന്നും ഇരുവശങ്ങളിലോട്ടും വിങ് വാൾ ഉണ്ട്. ഇവിടെ ചിത്രത്തിലുള്ളത് സ്പ്ലൈഡ് വിങ് വാളാണ്. അബട്ട്മെൻറ്റിന് പെർപെൻഡിക്കുലറും അല്ല അബട്ട്മെൻറ്റിന് പാരലലും അല്ല, ഒരു ചെറിയ ആംഗിളിൽ ചെരിഞ്ഞുകൊണ്ടാണ് വിങ് വാൾ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ദ സ്പ്ലൈഡ് വിങ് വാൾ. They are the structure constructed as an extension of abutments to retain the earth present in the approach bank. അപ്രോച്ച് റോഡിന് താഴ്ഭാഗത്തായിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള മണ്ണിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി, പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ അബട്ട്മെൻറ്റിൻ്റെ തന്നെ എക്സ്റ്റൻഷൻ ആയിട്ട് നിർമ്മിക്കുന്ന റീറ്റെയിനിങ് വാളുകളാണ് വിങ് വാൾസ്. അപ്പോൾ അബട്ട്മെൻറ്റ് ചെയ്യുന്ന റീറ്റെയിനിങ് ഡ്യൂട്ടി അതുപോലെ തന്നെ ചെയ്യുന്ന ആളാണ് വിങ് വാൾസ്. 3 തരം പ്രഷറുകളാണ് മേജറായിട്ടും ഇത് റെസിസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് എർത്ത് പ്രഷർ ഫ്രം ദ ബാക്ക് ഫിൽ, നമ്മൾ അപ്രോച്ച് റോഡിൻ്റെ താഴെ നിറച്ചിട്ടുള്ള ബാക്ക് ഫിൽ സോയിലിൻ്റെ ലാറ്ററൽ പ്രഷർ. ദ സർചാർജ് ഫ്രം ദ ലൈവ് ലോഡ്സ്, അതിൻ്റെ മുകളിലൂടെ ഈ പാലത്തിൻ്റെയും അപ്രോച്ച് റോഡിൻ്റെയും മുകളിലൂടെ പോകുന്ന വാഹനങ്ങളുടെ ലൈവ് ലോഡ്. ആൻഡ് ദ ഹൈഡ്രോളിക് ലോഡ് ഫ്രം ദ സാച്ചുറേറ്റഡ് സോയിൽ കണ്ടീഷൻ, മഴ പെയ്യുന്ന സമയത്ത് ഈ താഴെ ഫില്ല് ചെയ്തിട്ടുള്ള സോയിൽ പാർട്ടിക്കിൾസിനകത്ത് വെള്ളം കയറും. ഈ വെള്ളം അതിൻ്റെ പോഴ്സ് ഫില്ല് ചെയ്ത് സാച്ചുറേറ്റഡ് കണ്ടീഷൻ എത്തിക്കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ലോഡ് ഉണ്ടാവും, ലാറ്ററലായിട്ട് ഹൈഡ്രോളിക് ലോഡ് ഉണ്ടാവും. ഈ ലോഡിനെയും താങ്ങണം. അപ്പോൾ 3 ലോഡ്സ്: ഒന്ന് പ്രഷർ ഫ്രം ദ ബാക്ക് ഫിൽ എർത്ത്, surcharge from live loads, and the hydraulic load from the water filled in the pores of the soil. And its design depends upon nature of embankment. ഏത് തരത്തിൽ, എത്ര ഉയരത്തിൽ, എത്ര ചെരിവിലാണ് മണ്ണ് നമ്മൾ എംബാങ്ക്മെൻറ്റ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും വിങ് വാളിൻ്റെ ഡിസൈൻ. ടൈപ്സ് ഓഫ് വിങ് വാൾസ് നമ്മൾ ടൈപ്സ് ഓഫ് അബട്ട്മെൻറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ അത് തന്നെയാണ്. അപ്പോൾ 3 തരത്തിലുള്ള വിങ് വാളുകൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് സ്ട്രെയിറ്റ് വിങ് വാളും സ്പ്ലൈഡ് വിങ് വാളും റിട്ടേൺ വിങ് വാളും, അല്ലെങ്കിൽ റിട്ടേൺ ഗോയിങ് വാൾ എന്നും അതിന് മൂന്നാമത്തതിന് പേരുണ്ട്. സോ സ്ട്രെയിറ്റ് വിങ് വാൾസ് ആർ യൂസ്ഡ് ഫോർ സ്മാൾ ബ്രിഡ്ജസ് ഓൺ ഡ്രെയിൻസ് വിത്ത് ലോ ബാങ്ക്സ്. ചെറിയ പാലങ്ങൾ നിർമ്മിക്കാൻ, ഇപ്പോൾ ചെറിയ പാടത്ത് ഒക്കെ നിർമ്മിക്കുന്ന ചെറിയ ചെറിയ പാലങ്ങൾ, വെള്ളം ഒലിച്ചു പോകുന്നതിൻ്റെ മുകളിലായിട്ട് ഉണ്ടാക്കുന്ന ചെറുകിട പാലങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് വിങ് വാളാണ് യൂസ് ചെയ്യുക. അതായത് അത്ര നീളമല്ല, അത്ര സ്പ്ലേയിങ് ഒന്നും കൊടുക്കാതെ ചെറിയ തരത്തിലുള്ള വിങ് വാളുകളാണ് ഇതിൽ കൺസ്ട്രക്റ്റ് ചെയ്യുക. രണ്ടാമത്തത് സ്പ്ലൈഡ് വിങ് വാൾസ്, ചെറിയ ചെരിവോട് കൂടി കൺസ്ട്രക്ട് ചെയ്യുന്ന വിങ് വാളുകളാണ് സ്പ്ലൈഡ് വിങ് വാൾസ്. ദേ ആർ യൂസ്ഡ് ഫോർ ബ്രിഡ്ജസ് അക്രോസ് റിവർ. പുഴകൾക്ക് മുകളിലുണ്ടാക്കുന്ന ബ്രിഡ്ജിന് അതിൻ്റെ അബട്ട്മെൻറ്റിനോട് ചേർന്ന് ഉണ്ടാക്കുന്ന വിങ് വാളുകൾ സാധാരണ സ്പ്ലൈഡ് വിങ് വാൾസ് ആണ്. ദേ പ്രൊവൈഡ് സ്മൂത്ത് എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് വാട്ടർ. ഈ സ്പ്ലൈഡ് വിങ് വാൾസ് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പാലത്തിൻ്റെ താഴെ കൂടെ വെള്ളം ഒലിച്ചു പോകുമ്പം ഈ പാലത്തിൻ്റെ താഴേക്ക് സ്മൂത്തായിട്ട് വെള്ളം ഒലിച്ച് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെരിഞ്ഞ ഒരു പ്രതലം കൊടുക്കുകയാണ്. ഒരു വലിയ വീതിയിൽ വരുന്ന വെള്ളത്തിന് ഈ പാലത്തിൻ്റെ ചെറിയ പിയറുകൾക്കിടയിലുള്ള സ്പേസിലോട്ട് കൊണ്ടുവരണം, കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മളൊരു ചെരിഞ്ഞ സ്പേസിലൂടെ കൊണ്ടുവന്ന് ഈ പാലത്തിൻ്റെ പിയറുകൾക്കിടയിലോട്ട് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു സ്പ്ലേയിങ് കൊടുക്കുന്നത്. ആൻഡ് ദ സ്പ്ലേ ഈസ് യൂഷ്വലി 45 ഡിഗ്രി, 45 ഡിഗ്രി ചെരിവിലാണ് ഈ സ്പ്ലേയിങ് നമ്മൾ കൊടുക്കാറ്. ദയർ ടോപ്പ് വിഡ്ത്ത് ഈസ് 0.5 മീറ്റർ, 1/2 മീറ്റർ എങ്കിലും വീതി വേണം സ്പ്ലൈഡ് വിങ് വാളിൻ്റെ ടോപ്പ് പോർഷന്. ആൻഡ് ദ തേർഡ് വൺ ഈസ് റിട്ടേൺ വിങ് വാൾ.
നമ്മൾ റോഡുകളിൽ കാണുന്ന തരത്തിലുള്ള വിങ് വാളുകളാണ്. ഫ്ലൈ ഓവറുകളുടെയൊക്കെ അപ്രോച്ച് റോഡ് നിർമ്മിക്കുമ്പം അവിടെ കൊടുക്കുന്ന വിങ് വാളുകൾ റിട്ടേൺ വിങ് വാളുകളാണ് നമ്മൾ റോഡുകളിൽ കാണാറ്. ആൻഡ് ദേ ആർ യൂസ്ഡ് വിത്ത് ബാങ്ക്സ് ആർ ഹൈ ആൻഡ് ഹാർഡ് ഓർ ഫേം. ബാങ്കുകൾ ഉയരം കൂടിയ ഹാർഡായിട്ടുള്ള ഫേം ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ റിട്ടേൺ വിങ് വാൾ കൊടുക്കാറ്. ദെയർ ഫേസ് ഈസ് വേർട്ടിക്കൽ. അത് കൃത്യം നമ്മുടെ ഹൊറിസോണ്ടലിന് പെർപെൻഡിക്കുലറായിട്ട് വേർട്ടിക്കലായിട്ടാണ് നമ്മൾ അത് ചെയ്യാറ്. അതായത് ഒരു ബാറ്ററിങ്, ഒരു ഫ്രണ്ട് ഫേസിൽ ഒരു ചെരിവ് അതിനുണ്ടാവില്ല. ദെയർ ടോപ്പ് വിഡ്ത്ത് ഈസ് 1.5 മീറ്റർ. ഏകദേശം 1.5 മീറ്റർ ടോപ്പ് വിഡ്ത്തെങ്കിലും നമ്മൾ അതിൻ്റെ റിട്ടേൺ വിങ് വാളിന് കൊടുക്കണം. അപ്പോൾ ഈ 3 വിങ് വാളിൻ്റെ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. സ്ട്രെയിറ്റ് വിങ് വാള് ചെറിയ തരത്തിലുള്ള ബ്രിഡ്ജുകൾക്ക് ആണ് കൊടുക്കാറ്. സ്പ്ലേഡ് വിങ് വാൾസ് റിവർ ക്രോസ് സെക്ഷനിൽ നമ്മൾ ബ്രിഡ്ജ് പണിയുമ്പം വെള്ളത്തിൻ്റെ സ്മൂത്ത് എൻട്രി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും സ്മൂത്ത് എക്സിറ്റ് ഓഫ് വാട്ടർ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും നമ്മൾ അബട്ട്മെൻറ്റിനോട് ചേർന്ന് കൊടുക്കുന്ന വിങ് വാൾ സ്പ്ലേഡ് വിങ് വാളാണ്. അതിൻ്റെ ആംഗിൾ 45 ഡിഗ്രിയാണ്. ടോപ്പ് വിഡ്ത്ത് 1/2 മീറ്ററാണ്. റിട്ടേൺ വിങ് വാൾ റോഡുകളിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഉയരം കൂടിയ തരത്തിലുള്ള ബാങ്കുകൾക്ക് നമ്മൾ റിട്ടേൺ വിങ് വാളാണ് കൊടുക്കാറ്. അതിൻ്റെ ഫേസ് വേർട്ടിക്കലാണ്. പെർഫെക്റ്റ് 90 ഡിഗ്രി ടു ദ ഹൊറിസോണ്ടൽ ആയിട്ടാണ് അത് കുത്തനെ ഒരു റിട്ടൈനിങ് വാളായിട്ടാണ് നമ്മളത് കൺസ്ട്രക്ട് ചെയ്യാറ്. ആൻഡ് അതിൻ്റെ ടോപ്പ് വിഡ്ത്ത് മിനിമം 1.5 മീറ്റർ എങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. ആ ചിത്രങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ വിങ് വാൾ സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ ആദ്യത്തെ 2 ഒഴിവാക്കിയിട്ട് ബാക്കി 3 സ്ട്രെയിറ്റും റിട്ടേണും ആൻഡ് സ്പ്ലേഡ് വിങ് വാളും പിക്ചർ നിങ്ങളതിൽ നോട്ട് ചെയ്യണം, മറക്കാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, കട്ട് വാട്ടർ എൻഡ് ആൻഡ് ഈസ് വാട്ടർ എൻഡ്. ഇതെന്താണ് സംഭവം? ഇത് നമ്മൾ മുമ്പ് ക്വാണ്ടിറ്റി സർവേയിൽ ക്വാണ്ടിറ്റി ചെയ്യുന്ന സമയത്തൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും ഒന്നുകൂടെ പറയാം. ചിത്രം ശ്രദ്ധിക്കുക. പിയറുകളുടെ 2 എൻഡുകളാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഒന്ന് സെമി സർക്കുലർ എൻഡും ഒന്ന് ട്രയാങ്കുലാർ എൻഡുമാണ്. പിയറിൻ്റെ ഏത് വശത്ത് നിന്നാണോ വെള്ളം ഒഴുകി വരുന്നത് ആ വശത്തിനെ നമ്മൾ അപ്സ്ട്രീം എൻഡ് എന്നും, ഏത് ഭാഗത്തോട്ടാണ് വെള്ളം ഒലിച്ച് പോകുന്നത് പിയർ കഴിഞ്ഞിട്ട് ആ ഭാഗത്തിനെ നമ്മൾ ഡൗൺ സ്ട്രീം എൻഡ് എന്നാണ് പറയുന്നത്. ഈ അപ്സ്ട്രീം എൻഡുകളിൽ നിന്നും വരുന്ന വെള്ളം അതിൻ്റെ ആ ഒഴുക്ക് കാരണം പിയറുകളിൽ ഒരു വലിയ ഫോഴ്സ് തന്നെ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. സോ ഒരുപാട് കാലം കണ്ടിന്യൂസ് ആയിട്ട് വെള്ളത്തിൻ്റെ ആ ഫോഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് പിയറിൽ വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ അത് ബാധിക്കും. സോ അപ്സ്ട്രീമിൽ നിന്നും വരുന്ന വെള്ളത്തിനെ പിയറിനെ ബാധിക്കാതെ ഇരുവശങ്ങളിലോട്ടും ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ട്രയാങ്കുലാർ എൻഡ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ള സെമി സർക്കുലാർ എൻഡ് ഡൗൺ സ്ട്രീമിൽ കൊടുക്കുന്നത് പിയർ കഴിഞ്ഞ് വരുന്ന വെള്ളം ടേർബുലൻ്റ് ആവാതെ അജിറ്റേറ്റ് ചെയ്യാതെ പരസ്പരം ജോയിൻ ചെയ്ത് പോകാൻ വേണ്ടി ഒരു സ്മൂത്ത് ലാമിനാർ ഫ്ലോ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന എൻഡാണ് ഈ സർക്കുലാർ എൻഡ്. സോ ഡെഫിനിഷൻസ് പറയാം. കട്ട് വാട്ടർ ആൻഡ് ഈസ് വാട്ടർ. The projection of pier on the upstream is called cut water. Upstream സൈഡിൽ പിയറിന് കൊടുക്കുന്ന പ്രൊജക്ഷൻ പറയുന്ന പേരാണ് കട്ട് വാട്ടർ. ആൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് downstream at the downstream is called east water. ഇതേ പിയറിൻ്റെ ഡൗൺ സ്ട്രീമിലുള്ള ആ പ്രൊജക്ഷന് പറയുന്ന പേരാണ് ഈസ്റ്റ് വാട്ടർ. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കട്ട് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിനെ കട്ട് ചെയ്ത് വാട്ടറിൻ്റെ ഫ്ലോ സ്പ്ലിറ്റ് ചെയ്ത് ഇരുവശങ്ങളിലോട്ടും ആക്കുന്ന ഭാഗമാണ്. നോർമലി ട്രയാങ്കുലാർ ആയിട്ടാണ് നമ്മളത് കൊടുക്കാറ്. ആൻഡ് ഡൗൺ സ്ട്രീം എൻഡിൽ ഈസ് വാട്ടർ വെള്ളത്തിൻ്റെ ഈസി മെർജിങ് ഉറപ്പുവരുത്തുന്ന ഈസി ഫ്ലോ ആൻഡ് ഈസി മെർജിങ് ഉറപ്പുവരുത്താൻ വേണ്ടി കൊടുക്കുന്ന സ്ട്രക്ചറുകളാണ് ഈസ് വാട്ടർ. അത് നമ്മൾ കണ്ടു, സർക്കുലാർ ആയിട്ടാണ് സാധാരണ കൊടുക്കാറ്. ദേ ആർ ഷേപ്ഡ് ഫോർ ഈസി പാസേജ് ഓഫ് വാട്ടർ. ഈ കട്ട് വാട്ടറുകളും ഈസ് വാട്ടറുകളും വെള്ളത്തിൻ്റെ ഈസി പാസേജിന് വേണ്ടിയിട്ട് അതിനെ കംഫോർട്ട് ചെയ്യുന്ന രീതിയിൽ ഷേപ്പ് ചെയ്തിട്ടുള്ളതാണ്. ദേ പ്രിവെൻറ്റ് ദ ഫോർമേഷൻ ഓഫ് എഡീസ് ആൻഡ് സ്കോറിംഗ് എഫക്റ്റ്. വെള്ളത്തിനൊരു ടർബുലൻസ് ഉണ്ടായിട്ട് ആകെ ആ കുത്തൊഴുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതുവഴി മണ്ണിനെ ഇപ്പോൾ റിവർ ബെഡിൽ നിന്നും മണ്ണ് കുത്തി ഒലിച്ച് എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു പ്രോസസ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ ഈ കട്ട് വാട്ടർ ഈസ് വാട്ടർ എൻഡുകൾ ഡിസൈൻ ചെയ്യുന്നത്. ആൻഡ് ദ സൈഡ്സ് മേ ബി വെർട്ടിക്കൽ ഓർ സ്റ്റെപ്പ്ഡ് ഓർ ബാറ്റേഡ്. ഇവയുടെ സൈഡുകൾ ഒന്നുകിൽ വെർട്ടിക്കൽ കുത്തനെ ഉള്ള ഒരു ട്രയാങ്കുലാർ ഓർ സ്ഫെറിക്കൽ ഷേപ്പ് ആവാം, അതല്ലെങ്കിൽ സ്റ്റെപ്പഡ് ആവാം, 3-4 കഷ്ണങ്ങളായിട്ട് മുകളിലോട്ട് സ്റ്റെപ്പായിട്ട് കയറി പോകുന്ന ടൈപ്പ് ആവാം, ഓർ ബാറ്റേഡ് ചെരിഞ്ഞുകൊണ്ട് മുകളിലോട്ട് പോകുന്ന ആ ഒരു ടൈപ്പ് ആവാം. 3 രീതിയിലും കട്ട് വാട്ടർ ഈസ് വാട്ടർ എൻഡുകൾ നമ്മൾ ഡിസൈൻ ചെയ്യാറുണ്ട്. ആൻഡ് ദ ഷേപ്സ് യൂഷ്വലി ഗിവൺ ആർ ട്രയാങ്കുലാർ, സെമി സർക്കുലാർ ഓർ 2 പാരബോളിക് കർവ്സ്. ആ ഷേപ്പുകളുടെ പേരുകൾ ഒന്ന് ഓർത്ത് വെക്കുക. ട്രയാങ്കുലാർ, സെമി സർക്കുലാർ
or two parabolic curve. ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. 7 തരത്തിൽ കൊടുക്കുന്ന കട്ട് വാട്ടർ ഈസ്റ്റ് വാട്ടർ എൻഡുകൾ ഇതിൽ കാണാം. ഒട്ടുമിക്കതും കേർവ്ഡും ട്രയാങ്കുലാറുമാണ്. അതിൽ 7th വൺ മാത്രമാണ് റെക്റ്റാങ്കുലാർ ഷേപ്പിലുള്ളത്. വെള്ളത്തിൻ്റെ ഫോഴ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ് എന്ന് ഉറപ്പുള്ളിടത്താണ് നമ്മൾ റെക്റ്റാങ്കുലാർ ഒരു ഷേപ്പ് ചൂസ് ചെയ്യുക. അതർവൈസ് വി വിൽ ചൂസ് സർക്കുലാർ ഓർ ടു പാരബോളിക് ഓർ ട്രയാങ്കുലാർ കേർവ്. അതിൽ സാധാരണ നമ്മൾ കാണുന്നത് ആ 4th വൺ 60 ഡിഗ്രി ചെരിവുള്ളതാണ്. 30 ഡിഗ്രി 90 ഡിഗ്രി ചോയ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് വീഡിയോ. വാട്ട് ഈസ് മീൻ ബൈ അബട്ട്മെൻറ്റ് പിയർ? അബട്ട്മെൻറ്റ് പിയർ എന്ന് വെച്ചാൽ എന്താണ്? അബട്ട്മെൻറ്റ് എന്താ നമ്മൾ പറഞ്ഞു? എൻ സപ്പോർട്ട്സ് ആണ്, റിട്ടേണിംഗ് വാൾസ് ആണ്. പിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടാണ്, ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന സപ്പോർട്ട്സ് ആണ്. അബട്ട്മെൻറ്റ് ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ ലോഡ് താങ്ങും. പിയർ എന്ന് പറഞ്ഞാലോ അത് വേർട്ടിക്കൽ ലോഡ് താങ്ങാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അബട്ട്മെൻറ്റ് പിയർ എന്ന് വെച്ചാൽ എന്താണ്? ലുക്ക് അറ്റ് ദ പിക്ചർ. പിയറുകൾ നമുക്കതിൽ കാണാൻ പറ്റും. അതിൻ്റെ ഇടയിലൊരു അബട്ട്മെൻറ്റ്. സോ ആ പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പിയറുകൾക്കിടയിൽ കൊടുക്കുന്ന അബട്ട്മെൻറ്റുകളാണ്. അത് പിയറുകൾ തന്നെയാണ്. പക്ഷേ പിയറുകൾ നമ്മൾ എന്തിനാണ് ഡിസൈൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡിസൈൻ ടു ക്യാരി ദ വേർട്ടിക്കൽ ലോഡ്. അബട്ട്മെൻറ്റുകളോ ഇറ്റ് ക്യാൻ ക്യാരി ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ ലോഡ്. സോ പിയറുകൾക്കിടയിൽ ഹൊറിസോണ്ടൽ ലോഡിനെ താങ്ങാൻ ബെയർ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള സ്ട്രക്ചറുകളെ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് അബട്ട്മെൻറ്റ് പിയർ. ക്ലിയർ ആണല്ലോ? പേരിൽ നിന്ന് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ഇൻ ബിറ്റ്വീൻ പിയേഴ്സ് ടു ക്യാരി ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ ലോഡ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്? നമുക്ക് ഡെഫിനിഷൻസ് ഒന്ന് നോക്കാം, എന്നിട്ട് അതിൻ്റെ റീസണും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. In the case of multiple arch bridges, every 4th or 5th pier is made as strong as an abutment to withstand horizontal thrust of arch. മൾട്ടിപ്പിൾ ആർച്ച് ബ്രിഡ്ജസ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് 4ഓ 5ഓ പിയറുകൾ കൂടുമ്പോൾ അതിൽ 4ാമത്തെയോ 5ാമത്തെയോ പിയറിനെ നമ്മൾ ഹൊറിസോണ്ടൽ ഫോഴ്സും കൂടെ ബെയർ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള അബട്ട്മെൻറ്റുകളായിട്ടാണ് കൺസ്ട്രക്റ്റ് ചെയ്യാറ്. കാരണം ആർച്ച് ആക്ഷൻ നമുക്കറിയാം. ആർച്ച് ആക്ഷൻ എങ്ങനെയാണ്? അതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ലോഡിനെ ഹൊറിസോണ്ടലി ആൻഡ് വേർട്ടിക്കലി കമ്പോണൻസ് ആയിട്ട് അതിൻ്റെ താഴെയുള്ള അബട്ട്മെൻറ്റിലോട്ട് ആക്ട് ചെയ്യാറ്. മൾട്ടിപ്പിൾ ആർച്ച് വരുന്ന സമയത്ത് ഇവർ പരസ്പരം മ്യൂച്വലി ഇത് ക്യാൻസൽ ചെയ്ത് പോവുകയാണ് ചെയ്യാറ്, ഈ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. അപ്പോൾ ഇൻ കേസ് അതിൽ ഒരു ആർച്ച് ഫെയിലായാൽ എന്ത് സംഭവിക്കും? ഒരു ആർച്ച് ഫെയിലായി കഴിഞ്ഞാൽ അവർ മ്യൂച്വലി ഈ ഹൊറിസോണ്ടൽ ഫോഴ്സിനെ ക്യാൻസൽ ചെയ്യാൻ ഒരു മെമ്പർ ഇല്ലാണ്ട് വരും. സോ സീരീസ് ആയിട്ട് ചീട്ടുകൊട്ടാരം പോലെ ടോട്ടൽ ആർച്ചസ് തകർന്നു പോകും. അതായത് ഒരു ആർച്ചിൽ നിന്നും വരുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സിനെ അതിന് റിയാക്ഷനായിട്ട് ആക്ട് ചെയ്യാൻ അതിൻ്റെ ഇടയിലുള്ള തൊട്ടടുത്തുള്ള മെമ്പർ ഫെയിലായി കഴിഞ്ഞാൽ ടോട്ടൽ ആർച്ച് സ്ട്രക്ചർ ഫെയിലായി പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ആർച്ചുകൾ ചേരുമ്പോൾ 4ാമത്തെ പിയറിനെ നമ്മൾ അബട്ട്മെൻ്റ് ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുക. ആൻഡ് അബട്ട്മെൻറ്റ് ക്യാൻ ക്യാരി ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ ലോഡ് ഫ്രം ദ ആർച്ച്. സോ അഡ്വാൻറ്റേജസ് നമുക്ക് പറയാം. ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് സെൻറ്ററിങ് ആസ് ദ ആർച്ചസ് ആർ കൺസ്ട്രക്റ്റഡ് ഇൻ സെറ്റ്സ് ബിറ്റ്വീൻ ദ അബട്ട്മെൻറ്റ് പിയേഴ്സ്. അബട്ട്മെൻറ്റ് പിയറുകൾക്കിടയിൽ ഓരോ സെറ്റുകളായിട്ടാണ് നമ്മൾ ആർച്ചിനെ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാറ്. സോ ഇടയ്ക്കിടയ്ക്ക് അബട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ അബട്ട്മെൻറ്റുകൾക്കിടയിൽ സുഖമായിട്ട് ആർച്ചുകളെ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഒരുപാട് നീളങ്ങൾക്കിടയിലാണ് ഈ 2 അബട്ട്മെൻറ്റുകൾ ഉള്ളെങ്കിൽ ഒരുപാട് ആർച്ചുകൾ കഴിഞ്ഞിട്ടാണ് ഈ അബട്ട്മെൻറ്റുകൾ എത്തുക. സോ ആ അബട്ട്മെൻറ്റുകൾക്കിടയിൽ ആർച്ചിനെ കൃത്യമായി സെൻറ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ചിലവ് കൂടും. സോ തൊട്ടടുത്ത് അബട്ട്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ ആർച്ചിനെ സെൻറ്റർ ചെയ്യാനുള്ള ചിലവും എഫേർട്ടും കുറവാണ്. ആൻഡ് സെക്കൻഡ് അഡ്വാൻറ്റേജ് ഈസ് ടു ലോക്കലൈസ് ദ ഡാമേജ് കോസ്ഡ് ബൈ ഫെയിലിയർ ഓഫ് ആൻ ആർച്ച് ഇൻ ബിറ്റ്വീൻ 2 അബട്ട്മെൻറ്റ് പിയേഴ്സ്. 2 അബട്ട്മെൻറ്റ് പിയറുകൾക്കിടയിൽ ഫെയിലിയർ കാരണം ഏതെങ്കിലും ഒരു ആർച്ച് ഫെയിലായി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാവുന്ന ഡാമേജ് ആ 2 അബട്ട്മെൻറ്റുകൾക്കിടയിൽ ഒതുങ്ങും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2 അബട്ട്മെൻറ്റുകൾക്കിടയിലുള്ള ദൂരം വളരെ കൂടുതലും അതിനിടയിൽ ഒരുപാട് ആർച്ചുകളുണ്ടെങ്കിൽ ഒരു ആർച്ച് ഫെയിലായി കഴിഞ്ഞാൽ ആ ടോട്ടൽ സ്ട്രക്ചർ ഡിമോളിഷ് ആയി പോകും, പൊളിഞ്ഞു പോകും. സോ തൊട്ടടുത്ത അബട്ട്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ ഇൻ കേസ് അതിനിടയിലുള്ള ഒരു ആർച്ച് ഫെയിലായി കഴിഞ്ഞാൽ ആ അബട്ട്മെൻറ്റുകൾക്കിടയിൽ ആ ഫെയിലിയറിനെ ടോട്ടൽ ഫെയിലിയറിനെ നമുക്ക് ലോക്കലൈസ് ചെയ്യാൻ പറ്റും, അതിനിടയിൽ പിടിച്ചു നിർത്താൻ പറ്റും. ആൻഡ് അവിടെ മാത്രം നമുക്ക് മെയിൻ്റെനൻസ് ചെയ്താൽ മതിയാവും.
സോ അബട്ട്മെൻറ്റുകൾക്കിടയിൽ ഉള്ള അകലം കുറക്കുക, അതിനിടയിലുള്ള ആർച്ചിൻ്റെ എണ്ണം കുറക്കുക എന്നുള്ളതാണ് അബട്ട്മെൻറ്റ് പിയർ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം. സിവിൽ സിംപ്ലിഫൈഡിൻ്റെ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ബ്രിഡ്ജ് എഞ്ചിനീയറിങ്ങിൽ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ സപ്പോർട്ട് ചെയ്യുക ഈ ചാനലിനെയും ഈ വീഡിയോയെയും. താങ്ക് യു ആൾ.